ഇയാളല്ലേ മറ്റേ പൊന്നാനിയിൽ ഒരു ഹിന്ദു മതവിശ്വാസിയെ തന്നെ MLA ആയിട്ട് പരിഗണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആള്. ഇതൊരു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ അവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും അനുയോജ്യമല്ല. ആൾക്കാർക്ക് അറിയാം, കാരണം അതൊരു ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഹിന്ദു മതവിശ്വാസിക്ക് ആണ് കൂടുതലും സാധ്യത. പിന്നെ ഇപ്പം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത് ബി ജെ പി ആണ്. ഇപ്പം ഈ ഇലക്ഷൻ മെഞ്ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പം അവിടെ ഈ പറഞ്ഞ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതേപോലെ പിന്നെ ആരൊക്കെയാണ് അവിടെ ഇലക്ഷൻ വന്നിരിക്കുന്നത് BJP കാൻഡിഡേറ്റ് ആയിട്ട്. അപ്പോൾ കൂടുതലും സാധ്യതയുള്ളത് BJPക്കാണ്. അതേസമയത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഒരു ഗുരുവായൂർ ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ തൃപ്പറയാറ് അല്ലെങ്കിൽ പൊന്നാനി, കുറ്റിപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ബോർഡറായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ എന്താണ് മെജോറിറ്റി കൂടുതലും മുസ്ലിംസ് ആണ്. നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ അസംബ്ലി, ഓരോ മണ്ഡലങ്ങളിലും അവിടുത്തെ മതവിശ്വാസികളുടെ പിന്നെ കണക്കനുസരിച്ചിട്ടാണ് കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നത്. ശരിയല്ലേ? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടാണ് അവിടെ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത്.